ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോണതെന്ന് ചിക്കൻ കൊണ്ടാട്ടാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചിക്കനാണ് 2 കിലോത്തിൻ്റെ ഉണ്ട്, 2 കിലോനുണ്ട്. അത് ഒന്ന് ചെറുതാക്കിയിട്ടാണ്, ഇത്രയൊക്കെ ഉള്ള പീസുകളാണ്, അധികം വലിപ്പാക്കിയിട്ടില്ല, ചെറുതാക്കി. അതിനകത്ത് ഉപ്പ്, മഞ്ഞൾ, കാശ്മീരി മുളക് പൊടി, മസാല, ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ട്. അത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് നേരമായി വെച്ചേക്കണം. കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലതാണ്, സോഫ്റ്റാവും. തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ കൂടുതൽ സോഫ്റ്റാവും. ഞാനത് വറുക്കാൻ വെളിച്ചെണ്ണയിലേക്ക് ഇടാണ് കേട്ടോ. അധികം അങ്ങനെ മുക്കി കിടന്നിട്ടല്ല വറുക്കണം, ഇതുപോലെ വറുക്കണം. ചിക്കൻ വറുക്കാൻ വെച്ചേക്കണേലേക്ക് ഞാൻ ഒരു 3-4 ഇതൾ വേപ്പില ഇടുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ അരച്ചിട്ട് വേപ്പില അരച്ച് ചേർക്കാറുണ്ട്. ഇതിപ്പോൾ പേസ്റ്റ് ഇവിടെ ഇരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ചേർത്തതാണ്. അപ്പോൾ ഒരു ചിക്കനൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഞാൻ ഇതുപോലെയാണ് വറുത്ത് കോരി എടുത്തേക്കണത്. അധികം ആവശ്യത്തിന് മൊരിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഞാൻ വറുക്കാനിട്ടേക്കാം. ഇത് വറുത്ത് എടുക്കട്ടെ. ഞാൻ ചിക്കൻ വറുത്തതിൻ്റെ ബാക്കിയുള്ള വെളിച്ചെണ്ണ അധികം വെളിച്ചെണ്ണ ഒഴിച്ചല്ല ചിക്കൻ വറുത്തത്, അതുകൊണ്ട് അധികം ബാക്കിയില്ല. ഇന്നത്തേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ ഇത്രയും പെരുംജീരകം ഇട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഒരു 3-4 മുഴുവൻ മുളക്, ഉണക്കമുളക്, കാശ്മീരി അല്ല കേട്ടോ, സാധാ മുളകാണ്. അത് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇടാണ്, വെളിച്ചെണ്ണയിലേക്ക് ഇടാണ്. പെട്ടെന്ന് കളയുന്നില്ല. ചൂടായിട്ടുണ്ട്. കുറച്ച് വേപ്പില ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ചിക്കനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഈ മിക്സിലേക്കും കൂടി ഒരു ടീസ്പൂൺ, 1.5 സ്പൂൺ ഇടണം. ഇതിനകത്തേക്ക് കൂടുതൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർക്കണേ. ചെറിയ ഉള്ളി ഇത്രേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ചുകൂടെ എടുക്കാൻ. കുറച്ചുകൂടെ എടുത്താൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ 250 ഉണ്ടാവും. ചെറിയ ഉള്ളി കുറവ് പോലെ തോന്നിയത് കൊണ്ട് 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടേക്കുന്നതാണ്. ഇപ്പം ഈ മിക്സിലേക്ക് ആവശ്യമുള്ള ഉപ്പ് 3/4 ടീസ്പൂൺ. പേസ്റ്റ് ഇട്ടേക്കുന്നതാണ്. എന്നാലും ഞാൻ ഒരു 5-6 വെളുത്തുള്ളി മുഴുവനെ ഇടണം. ഒരു 3-4 പച്ചമുളക്. ഒന്ന് വാടട്ടെ. മിക്സിങ്ങിനുള്ള
ഉള്ളി മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. മൊരിയാറായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർക്കണില്ല, തക്കാളി ചേർക്കണില്ല, ക്യാപ്സിക്കം ചേർക്കണില്ല. ചിക്കൻ കൊണ്ടാട്ടല്ലേ. ഉണ്ടോ, ഉള്ളി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് എല്ലാത്തിലും ചേർത്തിട്ടുണ്ട്, ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ട്. എന്നാലും ഈ മിക്സിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, സാധാ മുളക് പൊടി ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. അതിന് ക്രഷ് ചെയ്ത മുളക് ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 2 സ്പൂണുണ്ട്. കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചിക്കനിലേക്കും ചേർത്തേക്കുന്നത്. മിക്സിങ്ങിലേക്കും കാശ്മീരി മുളക് തന്നെ ചേർക്കണം. നല്ലൊരു കളറൊക്കെ വേണ്ട. ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ക്രഷ് ചെയ്ത മുളക്, സാധാ മുളകാണ്, കാശ്മീരി അല്ല. ഒരു സ്പൈസി ആയിട്ടല്ല ഇരിക്കണ്ടേ, അതുകൊണ്ടാണ് അങ്ങനെ ഇടണം. ഇത് വേപ്പില ഇട്ടേക്കണതാണ്, എന്നാലും കുറച്ചും കൂടി വേപ്പില. ഞാൻ ഈ മിക്സിയിലേക്ക് ഒരു 1/2 കപ്പ് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ഓണാക്കാൻ മറന്നുപോയി എന്നൊരു സംശയം, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത്. അപ്പോൾ 1/2 കപ്പ് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സായി കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തേക്കണതാണ്. ഓണാക്കാൻ മറന്നുപോയി എന്നൊരു സംശയത്തിലാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. തക്കാളിയും ക്യാപ്സിക്കവും മല്ലിപ്പൊടി ഒന്നും ചേർക്കണില്ലല്ലോ. ചിക്കൻ ഈ മിക്സിയിലേക്ക് ഇടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഗ്രേവിയൊക്കെ ഉള്ളിയുടെയും എല്ലാത്തിൻ്റെയും ഇത് കാശ്മീരി മുളകും സോസും എല്ലാം കൂടി ഇതിനകത്ത് മിക്സാവും. ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.